നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല്ലവി, നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. അമ്മ വഴക്ക് പറഞ്ഞതിന്റെ സങ്കടം നിനക്ക് ഇതുവരെ മാറിയില്ലേ? പല്ലവി, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട, മറന്നു കളയ്. എന്നിട്ട് കൂളാവ്. അമ്മയല്ലേ വഴക്ക് പറഞ്ഞത്, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. വിപിൻ സാറിന്റെ അമ്മ മാത്രമല്ല, സുശീല ആന്റിയും പാർവതി ചേച്ചിയും എല്ലാരും എന്നെ വഴക്ക് പറയാ. ആർക്കും എന്നെ കണ്ടൂടാ. എടോ, അതൊക്കെ നിന്റെ തോന്നല പല്ലവി. നീയും എന്റെ അമ്മയും തമ്മില് അടയും ചക്കരയും പോലെ ആയിരുന്നില്ലേ? നിന്റെ ചേച്ചിക്കും നീ എന്ന് വെച്ചാ ജീവന. സുശീല ആന്റിയെ നീ കണക്കിലെടുക്കണ്ട, അതൊരു കഥയില്ലാത്ത ജന്മോ. ശരി, സുശീല ആന്റിയെ കണക്കിലെടുക്കാതിരിക്കാം. പക്ഷെ വിപിൻ സാറിന്റെ അമ്മയും പാർവതി ചേച്ചിയും എന്നെ വഴക്ക് പറഞ്ഞാ എനിക്കത് സഹിക്കാനാവില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷനില് അവര് നിന്നോട് മുഖം കറുപ്പിച്ചോന്നല്ലാതെ അവർക്ക് നിന്നോട് നിത്യശത്രുതയൊന്നും ഇല്ലല്ലോ. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അതിവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാരും എന്നൊരു അധിക പ്രസംഗമായിട്ടാ കാണുന്നത്. സാറ് ചിരിക്കുകയാണോ? പല്ലവിയുടെ ഈ പരിഭവവും പിണക്കവും ഒക്കെ കാണാനേ നല്ല രസമുണ്ട്. സാറിന് തമാശ. ഞാൻ ഇവിടെ എന്റെ നെഞ്ചു നിറഞ്ഞ കാര്യ പറയുന്നത്. എന്റെ വിഷമം സാറെങ്കിലും കേൾക്കുമെന്ന് കരുതി. പക്ഷെ സാറും അത് കാര്യമാക്കി എടുക്കുന്നില്ല. വേണ്ട സാറേ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ സങ്കടം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കാം. എടോ, താൻ എന്നോട് പിണങ്ങലേടോ. പിന്നെന്താ സാറിനൊരു ഗൗരവം ഇല്ലാത്ത? എനിക്ക് നല്ല ഗൗരവമുണ്ടല്ലോ, താൻ പറഞ്ഞു. സാറേ, ആ സന്യാസി വ്യാജനാണെന്ന് പറഞ്ഞതിനാ സാറിന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്. അയാൾ ഒരു വ്യാജൻ തന്നെയായിരുന്നു സാറേ. അതുകൊണ്ടാ അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തത്. മന്ത്രതന്ത്ര യന്ത്രങ്ങളൊന്നും കള്ളത്തരത്തിനും പണം സമ്പാദിക്കാനും വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താ ഇതുപോലെ ജീവഹാനി ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ വാക്ക് ആദ്യമേ കേട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ ദുരന്തം ഒഴിവാകുമായിരുന്നല്ലോ. ഞാനിവിടെ നിൽക്കുന്നില്ല സാറേ. എന്നെ കുറ്റപ്പെടുത്തി ശകാരിക്കുകയും ചെയ്യുന്നവരുടെ ഇടയില് ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഞാൻ പോവാ. പല്ലവി എവിടെ പോകുന്നു? നാട്ടിലേക്ക് പോകണോ? നാട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ? എനിക്കറിയില്ല, എവിടേക്കെങ്കിലും പോണം. ഏതായാലും എന്നെ കുറിച്ച് ചിന്തിക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എവിടെ പോയാലും ആർക്കെന്താ? പല്ലവി, അവിവേകം ഒന്നും കാണിക്കാൻ നിൽക്കരുത്. നിന്നെ ഇവിടെ ആരും വഴക്ക് പറയാതിരുന്നാ പോരെ? പോരേന്ന്. അത് മതി. എന്നാൽ ഇനി ആ വിഷയം നീ എനിക്ക് വിട്ടേക്ക്. ഇനി നിന്നെ ഇവിടെ ആരും ശകാരിക്കില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ അമ്മയൊന്ന് കണ്ടേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.